ഹായ് ഗൈസ്, ഐ നോബഡി. പൃഥ്വിരാജ്, സുകുമാരൻ, പാർവതി എന്നിവർ പ്രധാന വേഷത്തിലെത്തി പുറത്തിറങ്ങിയ ചിത്രം. ഡയറക്ട് ചെയ്തിരിക്കുന്നത് നിസാം ബഷീർ, അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് സുപ്രിയ മേനോൻ, മുകേഷ് മെഹ്ത്ത ആൻഡ് CV സാരഥി. റൈറ്റ് ചെയ്തിരിക്കുന്നത് സമീർ അബ്ദുൾ, DOP ദിനേശ് പുരുഷോത്തമൻ, എഡിറ്റർ റമീസ് MB, മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജേക്സ് ബിജോ. ഡയറക്ടർ നമ്മുടെ നിസാം ബഷീർ, പുള്ളി റൊഷാക്കിൻ്റെയും നമ്മുടെ കെട്ടിയാളാണ് എൻ്റെ മാലാഖ കണ്ടിട്ട് റൊഷാക്ക് കണ്ടപ്പോൾ ആ ഡയറക്ടറാണോ ഇത് ചെയ്തതെന്നൊക്കെ തോന്നി. അങ്ങനത്തെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഈ പടത്തിലേക്ക് വരുമ്പോൾ ഇതിലൊരു ഫസ്റ്റ് ഹാഫ് ആ റൊഷാക്ക് റേഞ്ച് ഉണ്ടായിരുന്നു. പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പടത്തിന്റെ മേക്കിംഗ്, DOP എടുത്തതിനപ്പുറമാണ് DOP ദിനേശ് പുരുഷോത്തമൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. DOP, എഡിറ്റിംഗ് റമീസ് MB, എഡിറ്റിംഗ്, മ്യൂസിക് ജേക്സ് ബിജോയുടെ മ്യൂസിക്, ഇതെല്ലാം പടത്തിലെ ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ടോപ്പ് ആയിട്ട് നോച്ചിട്ടുണ്ട്. നന്നായിട്ട് ബന്ധമുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ ഇൻട്രൊഡക്ഷൻ ഉൾപ്പെടെ പടം തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ആ പ്രോബ്ലം, ആ പടം പോകുന്ന ഒഴുക്ക്, ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോകുന്ന രീതി, സ്ക്രിപ്റ്റിംഗ് എല്ലാം ഒരു രക്ഷയില്ലായിരുന്നു. പടം ആ ഷാക്ക് റേഞ്ച് അല്ലെങ്കിൽ ആ ഡയറക്ടർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിയുടെ റേഞ്ചായി നമ്മൾ ആ ഒരു ഇതിലെത്തും. പടത്തിലേക്ക് ഇന്നാൻ കുറച്ച് സമയം എടുക്കുമെങ്കിൽ നമുക്കത് കിട്ടുന്നുണ്ട്. പടത്തിലെ ക്വാളിറ്റി, പടത്തിന്റെ എല്ലാ രീതിയിലും സ്ക്രിപ്റ്റിംഗ് ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. ഇന്റർവെൽ വരാം. സത്യം പറഞ്ഞ പടത്തിൽ ടൈറ്റിൽ കാണിക്കുന്നതിൽ പോലും ഒരു സീനുണ്ട്. അതിൽ ആ ഒരു സീൻ ആ പൃഥ്വിരാജിന്റെ തലയ്ക്ക് മീതെ ഇങ്ങനെ ടൈറ്റിൽ വരുന്ന ഒരു സീനുണ്ട്. അത് അതിൽ അവിടെ ജേക്സ് ബിജോ കൊടുത്തിരിക്കുന്ന മ്യൂസിക് എല്ലാം കൊണ്ട് ആ സീൻ അങ്ങനെയാണ്. ആ സീൻ അത്രയ്ക്കും ഒരു ചേസ്, ഫൈറ്റ് ഇതൊക്കെ കാണിച്ചു വരുന്ന അങ്ങനെ ഒരു ഹേസ്റ്റ്. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരു പടത്തിൽ അത്ര ഇമ്പോർട്ടൻസ് അങ്ങനെ വരുന്ന സംഭവം പടത്തിൽ ഇന്റർവെൽ വരെയും പടം തരുന്നൊരു റേഞ്ച് അത് ഒരു രക്ഷയില്ലായിരുന്നു. ഇന്റർവെല്ലിൽ കാണിക്കുന്ന വെറൈറ്റി ആ ഐ എന്ന് പറയുന്ന ആ മോഡലിൽ അതിങ്ങനെ അത്രയും ചെറുതായി പോയി. ആ ഇന്റർവെല്ലിൽ അതിൽ പോലും നല്ല രസമുണ്ട്. ഇന്റർവെല്ല് കഴിഞ്ഞ് നമ്മൾ അടുത്ത് ആ ഒരു ഹൈയിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇന്റർവെല്ല് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പം ഒരു ബന്ധവുമില്ലാത്ത പോലെ ഇന്റർവെല്ലൊക്കെ കണ്ട പടമാണോ ഇതൊന്ന് തോന്നുന്ന രീതിക്ക് ഡിഫറൻസ് ഉള്ള രീതിയിലുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആയി. ഒരു രീതിയിലും എനിക്ക് സത്യം പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് ഒരു ബിലോ ആവറേജ് സെക്കൻഡ് ഹാഫ് മാത്രമായിട്ട് എടുത്ത് പറയണമെങ്കിൽ ആയിട്ട് തോന്നി. ഇതുമായിട്ട് ആ ഫസ്റ്റിനോട് കിടപിടിക്കുന്നത് ഒരു രീതിയിലും ഇല്ലാത്തൊരു സെക്കൻഡ് ഹാഫ്. പിന്നെ എന്തൊക്കെയാണ് പിന്നെ എന്താണെന്ന് പിന്നെ നമുക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു പടത്തിൽ നമ്മൾ ലോജിക്ക് അങ്ങനെ നോക്കും. ലോജിക്ക് നോക്കണ്ട, എന്നാലും നമ്മൾ ആ കണക്ഷൻ, പടത്തിനോടുണ്ടായ കണക്ഷൻ കട്ടായി പോകുന്ന ലെവലിലേക്ക് ഉള്ള സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ ഇപ്പോഴും പറയില്ല, പൃഥ്വിരാജിന്റെ ഇൻട്രൊഡക്ഷൻ മുതൽ പിന്നെ എല്ലാവരുടെ അത് എടുത്ത പ്രകടനങ്ങളെല്ലാം നല്ല കാസ്റ്റിംഗ് ആയിരുന്നു. പാർവതിയൊക്കെ ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചിട്ടുണ്ട് ഇതിൽ. ഫസ്റ്റ് ഹാഫ് തുടക്കം മുതലേ ആ രണ്ട് പെൺകുട്ടികൾ അതെല്ലാം ഇപ്പം ഒരു സാധാരണക്കാരനായ ഒരു സർക്കാർ ജീവനക്കാരന്റെ കഥാപാത്രമാണ് പൃഥ്വിരാജ്. അദ്ദേഹത്തിന്റെ ഭാര്യ, ജോലിയുള്ളൊരു ഭാര്യ, രണ്ട് കുഞ്ഞു പെൺമക്കള്, അതൊക്കെ അതെല്ലാം കണക്റ്റ് ആവുന്നുണ്ട്. അതിൽ തന്നെ തുടക്കം തന്നെ ഉണ്ടാകുന്ന പ്രോബ്ലംസ്, അതിലുണ്ടാകുന്ന പ്രശ്നം, എല്ലാം സോഷ്യലി അദ്ദേഹത്തിന് അടിച്ചമർത്തപ്പെടുന്നത്, ഒരാൾ ഒരു പ്രശ്നത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം സമൂഹം അങ്ങനെ അടിച്ചമർത്തുന്നു, ഇതെല്ലാം നല്ല ഹൈ ആയിട്ട് കാണിച്ച് നമുക്കതൊരു ആ ഒരു റിയലിസ്റ്റിക് ആ ഒരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് തന്നുകൊണ്ടിരുന്ന ഒരു ഫസ്റ്റ് ഹാഫിൽ നിന്ന് അടുത്ത സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പിന്നെ എന്താണ് ഇത് കാണിക്കുന്നത്? ഒരു മൊത്തത്തിൽ എന്തോ ഓളാക്കി വരും ഒരു ഫീൽ. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സും അങ്ങനെ ഒരു പിന്നീട് ഇപ്പം പ്രകടനങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ, ആ സൂപ്പർ ആയിരുന്നു. അത് എടുത്ത് ഇനി കുറേ പേര് ഇടയ്ക്ക് ഇപ്പൊ പറയാൻ പറ്റി. അശോകൻ ചേട്ടന്റെ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്, പുള്ളിയുടെയൊക്കെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. നിഷാന്ത് സാഗർ വന്നു പോകുന്നു, പുള്ളിയൊക്കെ അതൊക്കെ കഥാപാത്രത്തിൽ അവരുടെ കഥാപാത്രങ്ങൾ തന്നതുകൊണ്ട്. ഇതിനെ ഹക്കീം, അദ്ദേഹത്തിന്റെ ഒരു ഉടനീളം ഒരു കഥാപാത്രമുണ്ട് പോലീസായിട്ട്. അതെല്ലാം നല്ല പെർഫോമൻസുകളായിരുന്നു. പക്ഷേ മൊത്തം ഉടനീളം പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിലൂടെ പോകുമ്പോഴും സെക്കൻഡ് ഹാഫ് കൊണ്ട് പടം മൊത്തത്തിൽ പോയി എന്ന് പറയേണ്ടി വരും. ആ ഒരു ഗുമ്മ് കൊണ്ട് സെക്കൻഡ് ഹാഫിൽ ഉടച്ചു കളഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. ഫസ്റ്റ് ഹാഫ് അത്രയും നന്നായിട്ട് ചെയ്തിട്ട് സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് ഗംഭീര പടം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നിന്ന പടത്തിനടുത്ത് കൊണ്ടിട്ട് എന്തോന്ന് പോകുന്നത് ഒഴുക്കെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ഹാഫിൽ ആ ഇന്റർവെൽ സീനൊക്കെ എത്തിയപ്പം തിയേറ്ററിലൊക്കെ ഇത്തിരി ഓളം ഉണ്ടായി, രസമുണ്ടായി, അത് നമുക്ക് മനസ്സിലാവും, നമുക്കത് ഫീൽ ആവും. പക്ഷെ സെക്കൻഡ് ഹാഫിൽ പിന്നെ അത് ഇല്ല, എവിടെയും ഇല്ല.
ഇപ്പം ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ ഒരു ഹൈപ്പ് റേഞ്ചിൽ കൊണ്ട് നിർത്തിയിട്ട് സെക്കൻഡ് ഹാഫിൽ നമ്മൾ തന്നെ ചിന്തിക്കും ഇത് എങ്ങനെയായിരിക്കും പോകുന്നത്, എങ്ങോട്ട് പോകും എന്നുള്ളൊരു കുറേ തോട്ട് പ്രോസസ്സ് നമ്മുടെ മൈൻഡിൽ വരും. അത് കഴിഞ്ഞ് നമ്മളത് കയറാനുള്ള ക്യൂരിയോസിറ്റി നമ്മൾ ഇരിക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ പിന്നെ ഈ പുള്ളി എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ പുള്ളി സർവൈവ് ചെയ്യുന്നത് കാണിക്കുന്നത് എന്തൊക്കെയാണ് കാണിക്കുന്നത്, ഇത് എന്തോന്നൊക്കെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലുള്ള സർവൈവലായി. എന്തൊക്കെ കാണിക്കുന്നത് പുള്ളി എത്ര സർവൈവൽ ഒരു ചെയ്യുന്നത് കാര്യമാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ലോജിക്ക് വേണ്ടി. ഇത് സെക്കൻഡ് ഹാഫിൽ പിന്നെ നമുക്കില്ലേ ലോജിക്ക് നമുക്ക് വിടാം, അതെല്ലാം വിട്. നമുക്ക് ആ ഒരു കണക്ഷൻ കിട്ടിയ കണക്ഷൻ അവിടെ എല്ലാം കട്ടായിപ്പോയി. പിന്നെ ഒരു ഇമോഷണൽ ഇതിന് കുറെ ഇമോഷണൽ ഡ്രാമ ഓറിയന്റഡ് കുറെ സാധനങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ക്രിപ്റ്റ് ഭയങ്കരമായി പടുകുഴിയിലേക്ക് പോകുമ്പോൾ ഒരു ഫീലാണ് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായത്. പ്രത്യേകിച്ച് ഇങ്ങനൊരു വിഷയം നമ്മൾ ഹേസ്റ്റ് എന്നൊരു സബ്ജക്റ്റ് ഒക്കെ എടുത്തിട്ട് ഒരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അത് എല്ലാ ഓഡിയൻസിനും അത് എത്രത്തോളം കണക്റ്റ് ആവില്ല. ഒന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു നമ്മുടെ കോമൺ ഫാമിലി ഓഡിയൻസിനൊക്കെ ഇത് എത്രത്തോളം ദഹിക്കും എന്ന്, ഈ ജേണർ എത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെടും എന്ന് ഡൗട്ടാണ്. സോ അതിനി കണ്ട് തന്നെ അറിയാൻ പറ്റുമോ. അത് സെക്കൻഡ് ഹാഫ് നല്ലൊരു കിടിലം സംഭവമായിരുന്നെങ്കിൽ പടം വേറെ റേഞ്ചിൽ എത്തേണ്ട ഒരു പടമായിരുന്നു. സോ വേറെ ഒന്നും ഇതിനെക്കുറിച്ച് ഇനി കൂടുതലൊന്നും പറയാല്ല. ഇതാണ് പടം. എന്തായാലും നിങ്ങളത് തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യണം. എന്തായാലും അറുപോറൻ പടം അങ്ങനെയൊന്നുമില്ല. പടം എന്ന് പറഞ്ഞില്ലേ ഫസ്റ്റ് ഹാഫിൻ്റെ ആ സെയിം നിലവാരത്തിലൊക്കെ സെക്കൻഡ് ഹാഫ് വന്നിരുന്നെങ്കിൽ വേറെ റേഞ്ചിൽ നിൽക്കേണ്ട ഒരു കിട്ടിലം പടമായിരുന്നു. ആ ഒരു വിഷമം മാത്രമേ ആസ് എ സിനിമ പ്രേമി എന്നുള്ള നിലയിൽ എനിക്ക് പേഴ്സണലി തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കും. സോ നിങ്ങൾ എന്തായാലും ഈ പടം തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത് മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി നിങ്ങളെ സന്ധിക്കും വരയ്ക്കും. വണക്കം.